Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, madam. Good morning. Yes. Ma'am, Start ചെയ്തോളൂ. dear Lord, in the morning, I want to hear your voice guide me through my day and fill my heart with your love. Amen. ഷോർട്ട് സ്വീറ്റ് പ്രയർ ആയിരുന്നു. Then അടുത്ത ആക്ടിവിറ്റി അറിയില്ല. ഞാൻ പറയാം. Good morning, respected teacher and dear friends. A warm welcome to everyone. We are happy to be together today. Let us learn new things, help each other, and have fun. Wishing everyone a wonderful day. Thank you. Yes. Okay. Thought for the day. Main thought of the day. Ah. Education is the movement from darkness to light. Yes. Good. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ചാപ്റ്റർ തീർന്നായിരുന്നല്ലോ അല്ലേ? തീർന്നില്ലേ? തീർന്നു. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? അല്ല, ക്വസ്റ്റ്യൻ അന്നേരം പറയുമായിരുന്നു മാം. അല്ലേ, നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓൾറെഡി സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ആൻസറും പറഞ്ഞിട്ടാ പോയത്. ഓക്കെ, യെസ്. എന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? സുഖം. മാമിനോ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അതിനിടെ പരീക്ഷ കഴിഞ്ഞില്ലേ? പരീക്ഷയെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എക്സാം നന്നായിരുന്നു. ആണോ? എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചതെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി. ആണോ? വെരി ഗുഡ്. പിന്നെ ഉണ്ടായിരുന്നില്ല മാം? ഉണ്ടായിരുന്നില്ല. ഇല്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സാമിൽ. അല്ലേ? അതെ, നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മൾ ഇനിയും എത്ര ഫേസ് ചെയ്യാനിരിക്കുന്നു അല്ലെ? ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ എന്താ പറയാ ഫേസ് ചെയ്യാൻ പറ്റും, അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ ആവണം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ബി പോസിറ്റീവ്, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. എന്താണ് നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ നെഗറ്റീവായിട്ട് ചിന്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പേടിച്ചത് കൊണ്ടോ എന്താ പറയാ നത്തിങ് സ്പെഷ്യൽ എന്ന് പറയും. ഒരു പ്രത്യേകിച്ചൊന്നും നടക്കാനൊന്നും പോകുന്നില്ല അല്ലേ? ഭൂമി അതിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നമ്മളും അതിനനുസരിച്ച് നീങ്ങേണ്ടവരാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനൊന്നും പേടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വരാനുള്ളതൊക്കെ നമ്മളിലേക്ക് തന്നെ വന്ന് നമ്മളിലൂടെ കടന്നു പോകും. അതൊക്കെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മളുടെ സക്സസ്. അപ്പൊ ആ ഒരു സക്സസിലേക്ക് എത്താനായിട്ട് ഒരുപാട് എന്താ പറയാ എക്സാംസ് നമ്മൾ പാസ്സാകേണ്ടിയിരിക്കുന്നു അല്ലെ? ജീവിതത്തിലും അല്ലെ, എല്ലായിടത്തും. ഓക്കെ, അപ്പൊ അത് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇതേപോലെ തന്നെ അപ്പൊ അത്രയും എളുപ്പമാകണമെങ്കിൽ നമ്മൾ നമ്മളുടേതായ ഒരു ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. മോണ്ടിസോറി പഠിച്ച് മോണ്ടിസോറി ടീച്ചർ ആകണം. ഈ എന്താ പറയാ നമ്മളുടെ ഇപ്പൊ കാണുന്ന ചില കുട്ടികളിൽ കാണുന്ന ചില പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി അവറ്റകളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് നമുക്കൊരു നല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അല്ലെ, ഒരു സൊസൈറ്റി ഓഫ് കൊഹേഷൻ, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാരണം കൊച്ചുകുട്ടികളില് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നുവോ ഏറ്റവും എന്താ പറയാ കതിരില് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഒരു പ്രവർത്തനം അല്ലെ, നമ്മളിങ്ങനെ വളർന്നു തരട്ടെ ആ കൊച്ചിത്തിരി. പക്ഷെ നമ്മള് ആ ബേസിക് നമ്മൾ കറക്റ്റ് ആക്കിയാൽ ഏതൊരു കുട്ടീന്റെയും ബേസിക് എഡ്യൂക്കേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, ക്യാരക്ടർ ഫോർമേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്താ പറയാ മറ്റ് ബിഹേവിയേഴ്സിലായി ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് ബേസിക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് ഒരു നല്ല റിസൾട്ട് ആ കുട്ടിയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക അല്ലെ?
ഇതാണ്. യെസ്, അപ്പൊ അതിനൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടുകൂടി ഇരിക്കുക. പ്രാക്ടിക്കലി ഒരുങ്ങണം നിങ്ങൾ. നമ്മളിപ്പോ പുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എന്താ പറയാ, പുസ്തകങ്ങളിലുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം നമ്മളെ കൊണ്ട് എന്ത് എന്താ പറയാ പ്രാക്ടിക്കലായിട്ട് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നു കൂടി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിന്തിച്ചു വെക്കുക. ഇത് എല്ലാവർക്കും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരല്ല എല്ലാ മനുഷ്യരും. നമ്മളുടെ തിങ്കിങ് ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലെ. മനുഷ്യന്മാരുടെ ക്യാരക്ടറിസ്റ്റിക് സ്വഭാവങ്ങൾ മാത്രമല്ല വ്യത്യാസം, മനുഷ്യന്മാരുടെ ചിന്തിക്കുന്നതും ചിന്താഗതികളും ഒക്കെ വ്യത്യാസമുണ്ട്. ഡിഫറെന്റ് ചിന്താഗതിയുള്ളവർ വരട്ടെ, തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഒരു ഇക്കോണമിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഒരേപോലെ എല്ലാവരും ചിന്തിച്ചാലോ അത് ശരിയായ രീതിയല്ല. എല്ലാം ഒരേപോലെ കാര്യങ്ങളായി പോകും. ഡിഫറെന്റ് ചിന്താഗതികളും ആശയങ്ങളും ഒക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്കൊരു നല്ല ഒരു നേട്ടം ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ പഠിക്കാനുള്ളത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ്. 2 പാർട്ടാണ്. അതിൽ നോർമലൈസേഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഭാഗം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എവിടെയോ ഒരു നോർമലൈസ്ഡ് ചൈൽഡ് എന്ന ഒരൊറ്റ വേർഡ് നമ്മൾ അവിടെ ഇങ്ങനെ എടുത്ത് പറഞ്ഞു. നോർമലൈസ്ഡ് ആകുക, ഇറ്റ് മീൻസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് എത്തുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് നോർമലൈസ്ഡ്. ഈ നോർമലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് some students are അല്ലെങ്കിൽ some children are abnormal. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമൽ അബ്നോർമൽ എന്ന രീതിയിലല്ല ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്ന കുട്ടികളെ ക്ലാസിഫൈ ചെയ്യുന്നത്. നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാതെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നോർമൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? നോർമലായ ഒരു മനുഷ്യൻ അല്ലെ, നോർമലായ ഒരു വ്യക്തി എന്നാണ്. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എന്തോ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കര കൂടുതലുള്ളത് അല്ലെങ്കിൽ വളരെയധികം കുറവുള്ളത്, അതാണ് അബ്നോർമൽ എന്ന വേർഡിന്റെ അർത്ഥം. ആ ഒരു വേർഡ് മീനിങ്ങിലല്ല ഇവിടെ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് സ്റ്റഡീസ്, റിസർച്ച്, അതായത് കുറെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊന്നുമില്ല കേട്ടോ. ഡ്യൂറിങ് ദ കെയർഫുൾ ഒബ്സർവേഷൻ ത്രൂ ഔട്ട് ദ ഇയേഴ്സ്, കുറെ വർഷങ്ങള് എന്താ പറയാ കുട്ടികളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിരീക്ഷിച്ച് ഒരുപാട് അടുത്തിടപഴകി ഡോക്ടർ മരിയ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്ത ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ് ഈ പറയുന്ന സംഭവം നോർമലൈസേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് പുള്ളിക്കാരിയോടൊപ്പം ഡോക്ടർ മോണ്ടിസോറിയോടൊപ്പം അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പേര് ഈ ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നോർമലൈസ്ഡ് എന്ന് പറയുന്ന വേർഡ്. പക്ഷെ ആ നോർമലൈസ്ഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമ്പോഴും ഒരിക്കലും എന്താ പറയാ അബ്നോർമൽ ആയിട്ടുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതല്ല. നോർമൽ അബ്നോർമൽ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അല്ല ഇവിടെ ഉദ്ദേശിച്ചത് മരിയ മോണ്ടിസോറി. നോർമലൈസ്ഡ് കുട്ടികൾ എന്നുള്ള രീതിയിലാണ്, മീൻസ് ഒരു ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈല് പുള്ളിക്കാരി ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. അത് എന്ന് പറയുന്നത് കുട്ടികളെ എന്താക്കുക, അവർക്ക് ചില കാര്യങ്ങള് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സ്വയം അങ്ങനെ ഇങ്ങനെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് വിടാം. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. അതായത് അവരെ ഫ്രീ ആയിട്ട് വിടാം. ബിക്കോസ് ദേ വിൽ ഡു വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, എന്താണ് ശരി എന്ത് തെറ്റെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെ നമ്മൾ അധികം ഇങ്ങനെ നമ്മൾ പിന്നാലെ നടന്ന് ഇങ്ങനെ അവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയി തീരും ആ കുട്ടികൾ, മനസ്സിലായി. ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർ മരിയ മോണ്ടിസോറി കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തത്. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നുമില്ല കേട്ടോ. കുറെ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് റിസർച്ചുകളൊക്കെ നടത്തി കുറെ വർഷങ്ങൾ കാത്തിരുന്നിട്ടൊക്കെയാണ് അങ്ങനെ ഒരു എന്താ പറയാ ഒരു രീതി ഡെവലപ്പ് ചെയ്തത്. കമ്പയർഡ് ടു ദ ഔട്ട്ഡേറ്റഡ്, അതായത് പഴകിയ രീതിയൊക്കെ മാറ്റി കുറച്ച് പുതിയ രീതിയിലേക്ക് പുള്ളിക്കാരി എന്ത് ചെയ്തു കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ മനസ്സിലായി ഡോക്ടർ മരിയ മോണ്ടിസോറിക്ക് ഒരു ന്യൂ നോർമലൈസ്ഡ് ചിൽഡ്രൻ, അതായത് നല്ല നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് പറ്റുമെന്ന് അറിയാമോ, അവര് പെട്ടെന്ന് തന്നെ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരാനായിട്ട് സാധിക്കുന്ന കുട്ടികളായി മാറും എന്നാണ് ആ പഠനത്തിലൂടെ ഡോക്ടർ മരിയ മോണ്ടിസോറിക്ക് മനസ്സിലായത്. അതായത് നോർമലൈസ്ഡ് ചൈൽഡ് വിൽ ബി ഏബിൾ ടു ബി ഇൻ കംപ്ലീറ്റ് ഹാർമണി ഇൻ ഹിസ് ഓർ ഹർ എൻവയോൺമെന്റ്. ആ കുട്ടി ഏത് എൻവയോൺമെന്റ്, ഏത് പരിസ്ഥിതിയിലായിരുന്നാലും അവര് അതുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരാനായിട്ട് ഒരു പറ്റുന്നവരാണ് നമ്മുടെ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് ഡോക്ടർ മരിയ മോണ്ടിസോറി കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല.
ഒരു നോർമലൈസ്ഡ് ചൈൽഡ് ആണെങ്കിൽ അത് പറ്റും എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. അതുകൊണ്ട് അത് ബേസ് ചെയ്തിട്ട് എന്താ പറയാ പഴഞ്ചൻ രീതിയൊക്കെ എഡ്യൂക്കേഷണൽ ലേണിംഗ് രീതിയൊക്കെ പഴഞ്ചതൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ ഒരു സ്പെഷ്യൽ മെത്തേഡ് അതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു മരിയ മോണ്ടിസോറി. ആ ഒരു ചേഞ്ച് ഓഫ് ചൈൽഡ്, അങ്ങനെ കുട്ടികളില് പെട്ടെന്നുണ്ടാകുന്ന ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു മാറ്റം, അതിനെയാണ് പുള്ളിക്കാരി നോർമലൈസേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉപയോഗിച്ചത്. മനസ്സിലായി? നോർമലൈസേഷൻ. മോണ്ടിസോറി ഈ ഒരു പ്രോസസ്സിന് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ദ ചിൽഡ്രൻ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ ഒരു ഫണ്ടമെന്റൽ ചേഞ്ച്, അതിനെ പുള്ളിക്കാരി വേറൊരു പേര് കൊണ്ട് വിളിച്ചു. സാധാരണ എഡ്യൂക്കേഷൻ രീതിയല്ല, അതൊരു നോർമലൈസ്ഡ് കുട്ടിയാണ്. നോർമലൈസേഷൻ എന്ന പേരാണ് അവര് അതിനുവേണ്ടി കൊടുത്തത്. മനസ്സിലായോ? 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 യെസ് മാം. ആദ്യത്തെ പാരഗ്രാഫിന്റെ അകത്തുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇല്ല മാം. മനസ്സിലായി. സോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് പ്രത്യേകതകൾ ഉണ്ടാവും ഒന്ന് പറയാമോ? ഈ എന്താ പറയാ നമ്മുടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ കാണാം? എന്തൊക്കെ ഉണ്ടാകും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ, അവരെങ്ങനെയുള്ള കുട്ടികളായിരിക്കും ഒന്ന് പറയും. കൂടുതൽ സ്കിൽ ആക്ടിവിറ്റികൾ കൂടുതലായിരിക്കും. സ്കിൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും. പിന്നെ ഈ കൊച്ചുമക്കളാണെങ്കിൽ പഠനത്തിന് കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കും. കോൺസെൻട്രേഷൻ ഉണ്ടാവും ലേണിംഗില്, പഠനത്തില്. പിന്നെന്തുണ്ടാവും? പിന്നെ സ്വയം ആകാൻ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. കാരണം ആ കുട്ടി അത് കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിന്റെയൊക്കെ സംഭവം തന്നെയാണ്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. അതായത് എന്താ പറയാ സെൽഫ് ഡിസിപ്ലിൻഡ് ആകുക എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തത്, നമ്മളവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു സ്കൂളിനകത്ത് ഉപയോഗിക്കേണ്ട ചില വസ്തുക്കള് കുട്ടികൾക്ക് അധികം പീസസ് ഇല്ലത് ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ. അപ്പൊ ഒരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? പേഷ്യൻസ് ആയിട്ട് എന്ന് വെച്ചാൽ വളരെ ക്ഷമയോടെ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറി നിൽക്കും. അത് കൊടുക്കും. ആ ഡിസിപ്ലിനും അതോടൊപ്പം തന്നെ ഒരു റെസ്പെക്ട്, മറ്റു കുട്ടി ചെയ്യാണ് അവനത് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു സാവകാശത്തിൽ എത്തും. എന്നാൽ അപ്പൊ എന്ത് പറ്റും? അവിടെ ആള് റെസ്പെക്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻഡ് ആകാനും ഈ രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമയോടുകൂടി കാത്തുനിൽക്കാനും ആ കുട്ടിക്ക് ഒരു നോർമലൈസ്ഡ് കുട്ടിക്കേ പറ്റുള്ളൂ. അല്ലാത്ത കുട്ടികളാണെങ്കിൽ എന്ത് പറ്റും? ഡിസിപ്ലിൻഡ് ആയിരിക്കില്ല. നീ മാറ്, ഞാൻ ചെയ്യട്ടെ, ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പൊ ഇതൊക്കെ ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വരുന്ന കാര്യങ്ങളാണ്. സെൽഫ് ഡിസിപ്ലിൻഡ് ആകുക, പിന്നെ മാത്രമല്ല സന്തോഷം അല്ലെ, ഒരു മൈൻഡ് ഓഫ് ജോയ്, പെട്ടെന്ന് സന്തോഷമൊക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിന്റെ ക്വാളിറ്റീസ് ആണ്. പിന്നെന്താ പറയാ, അതായത് ഒരുമിച്ചൊക്കെ മറ്റുള്ള കുട്ടികളുടെ കൂടെ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് സന്തോഷം കൂടുതൽ കാണാൻ സാധിക്കും നമുക്ക് അത്തരം കുട്ടികളില്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഡോക്ടർ മരിയ മോണ്ടിസോറി ഇത് ഒറ്റ സുപ്രഭാതത്തിൽ കണ്ടുപിടിച്ച കാര്യമല്ല. അവര് എന്താ പറയാ കുറെ വർഷങ്ങളായിട്ട് പല കുട്ടികളോടും ഒപ്പമായിരുന്നു. കുട്ടികളോടൊപ്പം ചെലവഴിച്ച സമയങ്ങളിൽ ഇവർ കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോ അവരുടെ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പം മനസ്സിലായി ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ അവരെ ശ്രദ്ധിപ്പിച്ചാൽ അവരെ നോർമലൈസ്ഡ് ആക്കാം, സെൽഫ് ഡിസിപ്ലിൻഡ് ആക്കാം, ഒരു സന്തോഷമുള്ള വ്യക്തിയാക്കി മാറ്റിയെടുക്കാം എന്ന കാര്യവും അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേഷൻ എടുക്കുന്ന കുട്ടികളാക്കി മാറ്റാൻ പറ്റുന്നതാണ് മോണ്ടിസോറി കണ്ടുപിടിച്ചത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. മാമിന്റെ മുമ്പ് വായിക്കണോ? വായിച്ചോ? ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. Normalization. Dr. Montessori discovered that new normalized children would frequently emerge as a result of being in complete harmony with his entire environment. She developed her special method based on the disclosure
Montessori described this process of fundamental change in the child as normalization. യെസ്, മനസ്സിലായല്ലോ? അത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ ഒരു പുതിയ മെത്തേഡ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ മെത്തേഡുകളൊക്കെ മാറ്റി, പഴഞ്ചൻ രീതിയൊക്കെ മാറ്റി പുതിയൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മോണ്ടിസോറിയെ സഹായിച്ചത് ഫ്രീക്വന്റ് ആയിട്ടുള്ള കുട്ടികളുടെ നിരീക്ഷിച്ചുകൊണ്ടാണ്. ആ നിരീക്ഷണങ്ങളിലൂടെ കുറെ പഠനങ്ങൾ നടത്തി അതിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടെത്തിയ കാര്യമാണ് ഈ ഒരു പുതിയ മെത്തേഡ് നോർമലൈസേഷൻ. ഒരു കുട്ടിയെ ഫണ്ടമെന്റൽ ചേഞ്ച്, എന്താ പറയാ, അടിസ്ഥാനപരമായിട്ടൊരു മാറ്റം കുട്ടികളിൽ കൊണ്ടുവന്ന് എന്താ പറയാ ശീലിപ്പിക്കാനായിട്ടും നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റുന്ന വലിയ മോണ്ടിസോറി കണ്ടെത്തി. ഓക്കെ, ഇനി വീണ്ടും എന്താ പറയാ ഒരുപാട് പഠനങ്ങളിലൂടെ ഒരുപാട് റെവലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പല ആളുകളും ഒരുപാട് റിസർച്ചേഴ്സ് ഒക്കെ നടത്തി അവരുടേതായ രീതിയിൽ പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട്. റെവലേഷൻസ് എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലുകളാണ്. അത് വെച്ച് അതും ഇതുപോലെ തന്നെ പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ ഓരോ കുട്ടികളിലും എന്താ പറയാ അവരുടേതായ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രവർത്തിക്കുന്നത് ഈ നോർമലൈസേഷനിലൂടെയാണ്. എന്ന് വെച്ചാൽ ടു വർക്ക് ടുഗദർ, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതായത് മനുഷ്യന്മാര് എപ്പോഴും എന്താ പറയാ സ്വന്തമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തി മനുഷ്യനായി തീരുന്നത്. ഒരു മനുഷ്യനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ കുട്ടികളെ കൊണ്ട് അത് ചെയ്ത് ശീലിപ്പിക്കുന്നു. അതല്ലാതെ പറഞ്ഞു മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ടു ഡു ദാറ്റ്, ഇന്ന കാര്യം നീ അത് ചെയ്യൂ, ചെയ്ത് കാണിക്കുമ്പോഴാണ് ഒരു വ്യക്തി വ്യക്തിയാകുന്നത്. മാൻ എന്ന് പറയുന്നത് അവനെ തന്നെ രൂപീകരിക്കുന്നത് ത്രൂ വർക്കിംഗ് ആണ്. അത് പ്രവർത്തിക്കുമ്പോൾ ഏത് കാര്യമാണെങ്കിലും പ്രവർത്തിച്ചാലും നമ്മൾ മനുഷ്യനാകുക, അല്ലെ? അല്ലാതെ ആരെങ്കിലും പറയുന്നത് മാത്രം കേട്ടോണ്ടിരുന്ന വിൽ നോട്ട് ബിക്കം എ മാൻ. ഒരു മനുഷ്യനെ രൂപീകരിക്കാൻ നമുക്ക് പറ്റില്ല. വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യണം. അത് ഓരോരുത്തരുടെയും കുട്ടികളാണെങ്കിലും അവരവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച്, അവരുടെ മനോഭാവങ്ങൾക്ക് അനുസരിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ, ഓരോ ജോലിയിലും ചെയ്യിപ്പിക്കാനായിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത് നമുക്ക് എവിടെ നിന്ന് ചെയ്യിപ്പിക്കാൻ പറ്റും? ഫ്രം ദ ബിഗിനിങ് ഓഫ് സ്കൂൾസ്, ദാറ്റ് മീൻസ് ഫ്രം ദ മോണ്ടിസോറി ക്ലാസ്സസ്. മോണ്ടിസോറി ക്ലാസ്സുകളിൽ ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കുട്ടികളിൽ കൊണ്ടുവരാൻ പറ്റും. സോ ദേ ഹാവ് ടു വർക്ക് ചെയ്യുക, അവര് ഒരുമിച്ച്, അല്ലെ? അങ്ങനെ ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് പഠനങ്ങള്, ഇപ്പൊ മോണ്ടിസോറി മാത്രമല്ല, ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അതാണ് ആ കൊട്ടേഷൻ കൊടുക്കാൻ കാരണം. വെളിപാടുകൾ എന്ന് വെച്ചാൽ വെളിപ്പെടുത്തലുകൾ. ഓരോ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു കുട്ടി അതിന്റെ ഇമ്പോർട്ടൻസ്, ആ കുട്ടിക്ക് ഉള്ള ഒരു പ്രാധാന്യം കൊണ്ടുവരുന്നത് ആ കുട്ടിയുടെ പ്രവൃത്തിയിലൂടെയാണ്, ആ കുട്ടി ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് നോർമലൈസേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുവേണ്ടി കുട്ടി പ്രവർത്തിക്കേണ്ട വേണം. അപ്പോഴാണ് ഒരു മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു ജോലിയിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ ആ കുട്ടി അവനെ തന്നെ രൂപീകരിക്കാനാണ് ശ്രമിക്കുക, അല്ലെ? മനുഷ്യനാകുന്നത് ആരാ? കുട്ടിയിൽ നിന്നാണല്ലോ മനുഷ്യനാകണേ, അല്ലെ? നമ്മള് പണ്ട് ഇതുപോലെ തന്നെ വേറെയും എന്താ പറയാ ഒരുപാട് പ്രോവർബുകളൊക്കെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് നമ്മൾ, അല്ലെ? ഒരു വ്യക്തിയാകുന്നതിന് ആ വ്യക്തിയിലെ ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട്. അത് അവരെ കൊണ്ട് ശീലിപ്പിച്ച് സെൽഫ് ഡിസിപ്ലിൻ ആക്കാൻ, ഒരുമിച്ച് ചെയ്യാൻ, പ്രവർത്തിക്കാൻ, അല്ലെ? അങ്ങനെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഉള്ള രീതികളാണ്. ഓക്കെ, മനസ്സിലായോ? കൊട്ടേഷൻസ് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒന്ന് വായിച്ചു നോക്കിയേ. ശനി, അതൊന്ന് വായിക്കാമോ? Yes, ma'am. Among the revelations the child has brought us, there is one fundamental importance, the phenomenon of the normalization through work. It is certain that the child's aptitude for work represents a vital instinct, for without work his personality cannot organize itself and deviates from the normal lines of its construction. Man builds himself through working. Next കഴിക്കണം. വേണ്ട വേണ്ട വേണ്ട, അത്ര മതി, അത്ര മതി. മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്ക്. അതാണ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിലൂടെയാണ് നമ്മളെ തന്നെ ഫോം ചെയ്യുന്നത്. ആ ഫോർമേഷൻ എവിടെ നിന്ന് വേണോന്നാ പറയുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ എപ്പോഴും കറക്റ്റ് ആയിട്ടുണ്ട്, അല്ലെ? നമ്മള് വീട് പണിയാറില്ലേ, അല്ലെ? വീടുകളൊക്കെ എങ്ങനെ പണിയാ? വീട് പണിയുന്നത് എവിടെന്നാ? എത്ര നില വേണം, എത്ര മുറികൾ വേണം എന്നൊക്കെ അറിഞ്ഞ് അത് പ്ലാനൊക്കെ തയ്യാറാക്കി നമ്മൾ എവിടുന്ന് തുടങ്ങാം? ബേസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കണം?
ഫൗണ്ടേഷൻ ഓഫ് എ ബിൽഡിംഗ് എങ്ങനെയായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം അല്ലേ? സ്ട്രോങ് ആയിരിക്കണം. എത്ര അധികം കെട്ടുറപ്പുള്ളതാണോ അത്രയധികം ഉറപ്പ് ആ വീടിന് നൽകുന്നു. ബേസ്മെന്റ് ഫൗണ്ടേഷൻ കൃത്യമല്ലെങ്കിൽ എന്ത് പറ്റും? കാറ്റ് മഴ. ബൈബിളിൽ അങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ട്, കോട്സ് ഉണ്ട് അല്ലെ? അടിത്തറ നല്ലതല്ലാതിരുന്നത് കൊണ്ട് കാറ്റ് വന്നു, കൊടുങ്കാറ്റ് വന്നു, അതുപോലെ തന്നെ വലിയ മഴ വന്നു, ആ വീടിന് എന്താ പറയാ മറച്ചിട്ടു. അത് അതിന്റെ അടിത്തറയോടെ ഇളകിപ്പോയി എന്നാണ്. അത് ആ വീടിനെ കൺസ്ട്രക്ട് ചെയ്ത രീതിയെ കുറ്റപ്പെടുത്തുന്നതല്ല ഒരിക്കലും. അത് മനുഷ്യന്മാർക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള അല്ലെ? അതുപോലുള്ള കോട്സ് ഒക്കെ ബൈബിളിൽ മാത്രമല്ല കേട്ടോ, നമ്മള് പല എന്താ പറയാ ഇതുപോലെയുള്ള ഹോളി ബുക്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളപ്പോ അത് മനസ്സിലാക്കണം. അതായത് നമ്മളെപ്പോഴും അടിസ്ഥാനമാണ് ശരിയാക്കേണ്ടത്. കതിരിൽ വലം വെച്ചിട്ട് കാര്യമില്ല എന്ന് അതിന് മറുപടിയായിട്ട് നമുക്ക് വേറെ പറയാം. എന്നുവെച്ചാൽ നമ്മള് കുട്ടിയല്ലേ, ചില പാരന്റ്സ് ഒക്കെ ഉണ്ടല്ലേ, നിങ്ങൾ നേരത്തെ നമ്മൾ ഷെയർ ചെയ്തപ്പോ കേട്ടിട്ടുണ്ട്. എന്താണ്, ഞാൻ മറന്നിട്ടില്ല, കുട്ടികളെയൊക്കെ നമ്മൾ ശിക്ഷിക്കുമ്പോഴേ നമ്മുടെ വീട്ടിലുള്ള അപ്പൂപ്പന്മാരും അമ്മമാരും വന്നിട്ട് പറയും, ആ കൊച്ച് ഇപ്പൊ എന്താണ് ഇതിനാണോ പഠിക്കുന്നത്, MBBS പഠിക്കല്ലേ? MBBS എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ട് അതൊന്നും കയറിയാ പഠിക്കാം. MBBS പഠിക്കല്ലേ, എന്തിനാ ഇപ്പോഴും അതിനെ ഇത്രയും ഇതാക്കി ഫോഴ്സ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്നത്? ചെറിയ ക്ലാസ്സിൽ നമ്മൾ അമ്മമാർക്ക് അതിന്റെ ടെൻഷൻ കൂടുതൽ. ഈ കുട്ടിയൊക്കെ ഈ മലയാള അക്ഷരമൊക്കെ ഏത് കാലത്ത് പഠിച്ചു വരാനാ? മലയാളത്തിലാണ് 56 അക്ഷരം കൊണ്ട് അത് വളഞ്ഞും പൊളഞ്ഞും കൈയൊക്കെ വഴങ്ങി പഠിച്ചു വരുമ്പോഴേക്കും 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും കഴിയും. ഇത് എല്ലാ അക്ഷരവും ഒന്ന് പഠിച്ചു വരണ്ടേ? ഈ അക്ഷരങ്ങൾ പഠിച്ച് 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് എത്തിയിട്ട് കാര്യമില്ല. കാരണം ഒന്നിലേ തുടങ്ങി പിള്ളേർക്ക് ഇത്രയൊക്കെയുള്ള സെന്റൻസുകൾ പഠിക്കാൻ കൊടുക്കും അല്ലെ? നമ്മൾക്കാണ് ടെൻഷൻ കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതുങ്ങളെ ഇരുത്തി അങ്ങനെ പഠിപ്പിക്കാൻ നോക്കും. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചാൽ കാര്യമില്ല. കാരണം അവരെന്ത് ചെയ്യും? അത് ബൈഹാർട്ട് ചെയ്യും. അപ്പൊ വെറുതെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യും. ഞങ്ങള് എന്താ പറയാ പള്ളിയില്, ഞങ്ങളുടെ പള്ളിയിലെ കുട്ടികളൊക്കെ കാറ്റഗിസം ഉണ്ട്. കാറ്റഗിസം എന്നൊക്കെ കേട്ടാറിയോ നിങ്ങൾക്ക്? ക്രിസ്ത്യൻസ് ആരും ഇല്ലേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ? ജോസ്മിന്റെ ഓക്കെ. അപ്പൊ ഇല്ലേ കാറ്റഗിസം ഉണ്ട്. കാറ്റഗിസം എന്ന് പറയുന്ന ഒരു നമ്മളുടെ എന്താ പറയാ വിശ്വാസ പരിശീലനമാണ്. നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അത് എല്ലാ സൺഡേസിലും ആഫ്റ്റർ ദ മാസ് ഉണ്ടായിരിക്കും, കുർബാനയ്ക്ക് ശേഷം. അപ്പൊ ഉണ്ടല്ലോ ഇവിടെ നമ്മള് വിശ്വാസ പരിശീലനം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും സൺഡേസിൽ ഒരു ബൈബിൾ റീഡിംഗ് ഉണ്ട്. മറ്റേ അച്ഛൻ മാസ് ചെല്ലുന്നതിന്റെ മുകളിൽ കയറിയുന്ന ബൈക്കിൽ കൂടി ബൈബിൾ വായിക്കണം. വലിയ വലിയ ക്ലാസ്സുകാര് കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകും. 12-ാം ക്ലാസ് തുടങ്ങി ഇങ്ങനെ വായിക്കും. ഓരോ ആഴ്ചയിലും ഓരോ ക്ലാസ്സുകാരുടെ ടേൺ ആണ്. അപ്പൊ ടേൺ അനുസരിച്ച് വരുന്നതനുസരിച്ച് കുട്ടികളെ ഇങ്ങനെ വായിക്കാനായിട്ട് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് 1-ാം ക്ലാസ് വരെ ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ വായിക്കാനായിട്ട്. പൊക്കൊന്നുമില്ല ബൈബിളിന്, അല്ല മൈക്കിന്റെ അവിടേക്ക് പൊക്കൊന്നും എത്തൊന്നുമില്ല. അടിയിൽ വല്ല ടേബിളാ കുഞ്ഞു ടേബിളൊക്കെ ഇല്ലേ, കുഞ്ഞത് അതൊക്കെ ഇട്ട് ഇതിനൊക്കെ പൊക്കത്തിൽ കയറ്റി നിർത്തും. എന്നിട്ട് ബൈബിളിലേക്ക് എത്തിക്കാൻ മൈക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. പക്ഷേ ഈ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അക്ഷരം തന്നെ മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലെ? ഏതി ഒരു വേർഡൊക്കെ വലിയ വേർഡ് ബൈബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ചില വേർഡ്സ് ഒന്നും നമുക്ക് തന്നെ പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല അല്ലെ? വലിയ വേർഡ്സ് ഒക്കെ ആയിരിക്കും. ഭയങ്കര പണ്ട് എഴുതി വെച്ചിരുന്ന സാധനമുള്ള ആ വേർഡ്സ് ഒക്കെ കൂട്ടിയൊക്കെ വായിച്ചു വരുമ്പോ തന്നെ ഒരുപാട് കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? കുട്ടികളോട് ഇതൊരു മസ്റ്റാണ്. കുട്ടികളെ ആ വായനയും പേടിയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭാഗാപത്യങ്ങളോട് കഴിഞ്ഞ ഈ സൺഡേ തന്നെ പറഞ്ഞു വിടും. അടുത്ത സൺഡേക്ക് വരെ ഉണ്ട് സമയം. അപ്പൊ ഒരു വീക്ക് മുഴുവനും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ ഇരുന്ന് പഠിച്ചോളാൻ പറയും. അപ്പൊ അമ്മമാര് എന്ത് ചെയ്യും? അത് നോക്കിയിട്ടൊന്നുമല്ല, ഈ സാധനം ശരിക്കും പറഞ്ഞ ബൈബിളിനകത്തേക്ക് നോക്കുക, നോക്കി വായിക്കുക എന്നാണ്. പക്ഷെ കുട്ടികള് ഫ്രണ്ടില് ആ സ്റ്റാൻഡിൽ ബൈബിൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. കുട്ടികൾ എന്ത് ചെയ്യും? കാണാതെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടാവും അമ്മമാര്. അവർ കാണാതെ പറയണേ, കാണാതെ വായിക്കണം. വെറുതെ ബൈബിളിനകത്തേക്ക് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാണാതെ പഠിച്ചിട്ട് പറയാ. അപ്പൊ ആ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാതല്ലേ പറയുന്നത്, അല്ലാതെ ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നതല്ല അവര്. പക്ഷെ കൊച്ചുകുട്ടികളല്ലേ, ഒരു 1-ലും 2-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റില്ല. ഒരു 3-4 ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഇതൊക്കെ വായിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അവർക്ക് ആ ഒരു പേടി, അവിടെ കയറി നിന്ന് അത് വായിക്കാനും ഉള്ള പേടിയെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യം. മനസ്സിലായി? അപ്പൊ അക്ഷരങ്ങൾ അത് നമ്മൾ എവിടെന്നാ കൊടുക്കേണ്ടത്? ബേസ്മെന്റ് ചെയ്യുന്നതിന്. നമ്മള് കുട്ടി സ്കൂളിലേക്ക് LKG ഒക്കെ പോകാനായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് ആ ഒരു വർഷം ഓപ്പണിങ്ങിന് മുമ്പ്
അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, പതുക്കെ ചില അക്ഷരങ്ങളൊക്കെ അല്ലെങ്കിൽ ചില നമ്മളുടെ ഇങ്ങനെ ഈ മലയാളമാണ് ഭയങ്കര പാട്, ഇങ്ങനെ ഇട്ട് ഉരുട്ടണം അല്ലെ, കൈ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആക്കണം. അപ്പൊ അത് ഫ്ലെക്സിബിൾ ആക്കാനുള്ള രീതിയിൽ നമ്മൾ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോഴാണ് കുട്ടികൾ കയറുമ്പോൾ പിന്നെ സ്കൂളിലത്തെയും ഇവിടത്തെയും കൂടി അങ്ങനെ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോയാൽ കേൾക്കുന്ന കുട്ടികൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചോളും. അത് എന്താ പറയാ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരു 2-3 ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല ഫ്ലുവന്റ് ആയിട്ട് എത്ര വല്ല വേർഡ്സ് ആണെങ്കിലും കൂട്ടി അങ്ങനെ ചേർത്ത് വായിക്കാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ അതിനുള്ള ഒരുക്കം കൂടിയൊക്കെ നമ്മള് അപ്പൊ അത് ഒരു വർക്കിംഗ് ആണ്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ചെയ്യാതെ നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. സോ അതാണ് നോർമലൈസ്ഡ് ആകുക. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഹാപ്പിയായി. പല കുട്ടികളുടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, പല കുട്ടികൾക്കും ഇന്ന് ക്ലാസ്സുകളിൽ ഇരിക്കാനോ അല്ലെങ്കിൽ പോകാനോ ഒക്കെ ഉള്ള മടിയുടെ പല കാരണങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കുട്ടികൾക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, വായിക്കാൻ അറിയില്ല. പുസ്തകത്തിൽ നോക്കി വായിക്കണ്ടേ നിങ്ങൾക്ക്. അപ്പൊ ഈ എന്താ പറയാ കൂട്ടുകാരുടെയും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ വായിപ്പിക്കാനായി നിർത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് വായിക്കാൻ കിട്ടുന്നില്ല, ഇതിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, വായിക്കാനറിയില്ല. ഇതൊക്കെ ആയിരിക്കും അവർക്ക് സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്കൂളിൽ കേൾക്കുമ്പോൾ ടെൻഷനൊക്കെ വരുന്നതും ചില കുട്ടികളൊക്കെ കരയുന്നതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട റീസൺ അതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു രീതി മാറ്റി കൊടുക്കണം. അവരെ പഠിപ്പിക്കാൻ പുസ്തകം അറ്റ്ലീസ്റ്റ് വായിക്കാനുള്ള എബിലിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരണം. പണ്ട് ഒരു എന്താ പറയാ ഒരു സിനിമ ഉണ്ടായിരുന്നു ആമിർ ഖാന്റെ, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആമിർ ഖാന്റെ ഒരു സിനിമ ഉണ്ട്. ഒരു കൊച്ചുകുട്ടി ഇതുപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടീനെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ കുട്ടിക്ക് പഠനത്തോടൊന്നും വലിയ താല്പര്യമില്ല. കുട്ടി ചെറിയ കുട്ടിയാണ് കമ്പയർഡ് ടു അതർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഈ കുട്ടി ഭയങ്കര ചെറുതാണ്, തീരെ ചെറുതാണ്. പക്ഷെ പ്രായമുള്ള ഒരു എന്താ പറയാ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ കുട്ടി ചെറുതാണ്. അപ്പൊ കുട്ടീന്റെ എന്താ പറയാ പഠിക്കാമില്ല ഒന്നും ഇല്ലാത്തത് കൊണ്ട് ടീച്ചേഴ്സും അങ്ങനെ തഴഞ്ഞിടും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, അങ്ങനെ തഴഞ്ഞിടുന്ന കുട്ടികളെ എപ്പോഴും എന്ത് ചെയ്യും, ഒരു ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് മാറുന്നു അല്ലെ, മറ്റുള്ളവരോട് കൂട്ടുകൂടില്ല. അവരിങ്ങനെ ഒരു ലോൺലിനെസ് അല്ലെ, ഒരു ഒറ്റപ്പെട്ട പോലെ ഐസോലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവരങ്ങനെ മാറും. അതെന്തുകൊണ്ട്, മറ്റുള്ളവരെ തങ്ങളുടെ കൂടെ കൂട്ടുകയുമില്ല. കൊച്ചിനെ അവരെങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഫീല് കുട്ടിക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പൊ ആ കുട്ടി അങ്ങനെ ഒതുങ്ങിക്കൂടി വായിക്കുന്നില്ല, എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തുമ്പോൾ വായിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നീട് അതൊരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. കുട്ടിയെ ശ്രദ്ധിക്കാത്തതിന്റെ പോയതിന്റെ പേരിൽ ആ കുട്ടി ഫേസ് ചെയ്ത ചില ഡിഫിക്കൽട്ടീസ് ആണ്. പിന്നീട് അവരുടെ സ്കൂളുകളിൽ കഥയുടെ ഒരു ത്രൂ ഔട്ട് കഥയിലെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് മിക്സ് ചെയ്യും. നല്ലതാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. എന്നിട്ട് ചെയ്തു കുട്ടീന്റെ ഒരു പുതിയ സാറ് സ്കൂളിൽ ചാർജ് എടുക്കുന്ന സമയത്ത് ഈ കുട്ടി മാത്രം എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നു. കളിക്കാനായിട്ട് വിട്ടാലും അങ്ങനത്തെ PT അവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടി കളിക്കാൻ പോകുന്നില്ല. ഈ കുട്ടി ഒറ്റപ്പെടുന്നു, ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടെത്തിയ പുതിയതായിട്ട് വന്ന അധ്യാപകൻ ആ കുട്ടിയോട് മാറ്റി നിർത്തി അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പൊ കുട്ടി ആ സാറ് വഴിയായിട്ടാണ് അറിയുന്നത് ആ കുട്ടിക്ക് കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ടാണ് കുട്ടിക്ക് പഠനത്തില് വായിക്കാനോ ഒക്കെ പറ്റാത്തതും പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതും എന്നൊക്കെ. അപ്പൊ അത് പിന്നീട് അതിന്റെ പാരന്റ്സുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പൊ കുട്ടികള് എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീരുന്നു, ഒരു പരിധി വരെ അതിന് നമുക്ക് പങ്കില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഓർക്കുക അവന്റെ പോരായ്മ എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്. സോ ആ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി അത് ഇല്ലാണ്ടാക്കണം. അത് ഇല്ലാതാക്കി ഒരു വളർന്നു വരുന്ന കുട്ടിയല്ലേ, ഒരു ഗ്രോയിങ് ചൈൽഡാണ്, ഒരു വളർന്നു വരുന്ന കുട്ടിക്ക് ആ ഒരു എന്താ പറയാ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതിനവരെ ഫിസിക്കലിയും മെന്റലിയും അവനെ എന്താക്കുക, സെക്യൂർഡ് ആക്കുക. ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവൻ സ്വമേധയാ പല കാര്യങ്ങളും ചെയ്യുന്നത്, ത്രൂ ദെയർ മെന്റൽ ആൻഡ് ഓൾസോ ഫിസിക്കൽ എനർജിയാണ്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ എനർജി വേണം, മെന്റൽ എനർജി വേണം അല്ലേ, വേണ്ടേ? എന്താ പറയാ, ഫിസിക്കൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് കൈയും കാലൊക്കെ എടുത്ത് അത് ചെയ്യാനുള്ള ഒരു ഊർജ്ജം വേണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ്, മെന്റൽ കണ്ടീഷനും ഓക്കെ ആവും. ഇഫ് ബോത്ത് ഓഫ് ദീസ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോ എന്തായി, നമ്മൾ സ്വമേധയാ അങ്ങോട്ട് മൂവ് ചെയ്യും ഓരോ കാര്യത്തിനും അല്ലെ. മനസ്സ് സന്നദ്ധമെങ്കിലും ശരീരം വീക്കാണ് എന്നുണ്ടെങ്കിൽ വി കനോട്ട് ഡു സംതിങ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നും. മനസ്സ് സന്നദ്ധരാണ്, മനസ്സുകൊണ്ട് ഓക്കെയാണ് ഞാൻ, പക്ഷേ ഐ എം നോട്ട് ഫീലിംഗ് വെൽ ബിക്കോസ് ഓഫ് മൈ ഫിസിക്കൽ ഡിസബിലിറ്റി.
എനിക്ക് എന്റെ ശരീരം കൊണ്ട് എനിക്ക് അത്രയധികം ഇതില്ല, അതുകൊണ്ട് ഓക്കെ അല്ല, അപ്പൊ എനിക്കത് പ്രവർത്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെയാണ്, പക്ഷെ മൈ മെന്റൽ കണ്ടീഷൻ ഈസ് നോട്ട് ഓക്കെ. എനിക്ക് എന്റെ മനസ്സ് ശരിയല്ല, മനസ്സിന് എന്തോ ദുഃഖമോ സങ്കടമോ എന്തൊക്കെയോ വികാരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. സോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ കൈയും കാലും പ്രവർത്തിക്കുന്നില്ല. ബോത്ത് ദിസ്, ഈ മസ്കുലർ എനർജിയും അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ എനർജിയും ബോത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഈ മെന്റൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് നമുക്ക് ബുദ്ധിയും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അല്ലെ. മെന്റൽ എനർജിയിൽ ഇത് രണ്ടും കൂടി വരും, ഇന്റലിജൻസ് ആൻഡ് വിൽ. എനിക്ക് ചെയ്യാനുള്ള ഇഷ്ടവും വേണം, അതനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും വേണം. അത് രണ്ടും കൂടി ചേരുമ്പോൾ മെന്റൽ എനർജി ഓക്കെയാണ്. ഫിസിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള എബിലിറ്റീസ് ആണ്, മനസ്സിലായോ? അപ്പൊ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ബോഡി ഷുഡ് വർക്ക് ടുഗദർ, വർക്ക് ഇൻ യൂണിസൺ എന്നാ പറഞ്ഞേക്കണം. യൂണിസൺ എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ ആയിട്ട് ഒരുപോലെ പ്രവർത്തിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൈവേഴ്സ്ഡ്. ഡൈവേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെപ്പറേറ്റഡ് ആകാൻ പാടില്ല. മെന്റൽ എനർജി അവിടെ ഇരിക്കട്ടെ, എന്റെ ശാരീരികമായിട്ടുള്ള എനർജി മാത്രം ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫിസിക്കൽ എനർജി ഉണ്ട്, മെന്റൽ എനർജിനെ മാറ്റാം, അങ്ങനെയും പറ്റില്ല. അപ്പൊ ഇത് രണ്ടും ഷുഡ് വർക്ക് ഇൻ യൂണിസൺ, ഷുഡ് വർക്ക് ഇൻ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാം. അതല്ല, ഈക്വൽ ആയി പ്രവർത്തിച്ചില്ലെങ്കിൽ ചൈൽഡ് വിൽ ബിക്കം ഡീവിയേറ്റഡ്. അതെന്താകും, ഡീവിയേറ്റഡ് ആകും, മാറിപ്പോകും. കുട്ടിക്ക് അതിനോട് ശ്രദ്ധയും താല്പര്യവും ഇല്ലാതായി മാറും. മനസ്സിലായി? ഡീവിയേറ്റ് ചെയ്തു, തിരിഞ്ഞു പോകുന്നു കുട്ടി. നോർമലൈസ്ഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തില്ല, ഡീവിയേറ്റ് ചെയ്ത് വഴി മാറിപ്പോകുന്ന കുട്ടി. മനസ്സിലായോ? അതിന്റെ ഉദാഹരണം ഉണ്ട്, ഞാൻ ആ സിനിമയുടെ കാര്യം പറഞ്ഞത്. എന്താ സിനിമയുടെ പേരെന്തായിരുന്നു? താരേ സമീൻ പറയണോ മാം? അതന്നെ കേട്ടാ, അതാണ് ആമിർ ഖാന്റെ സിനിമയാണ്. താരേ സമാൻ ഒരു സിനിമയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളിലൊക്കെ എന്താണ്ടൊക്കെ അതിന് ഇറങ്ങിയിട്ട് തോന്നുന്നു, പുസ്തകത്തിലൊക്കെ ഉണ്ട് തോന്നുന്നു ആ ഒരു കഥ. യെസ്. അപ്പൊ അങ്ങനത്തെ അത് കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിൽ അധ്യാപകരും ഒപ്പം തന്നെ പാരന്റ്സും കൃത്യമായിട്ട് ഇടപെടണം, പ്രവർത്തിക്കണം. എന്നാലാണ് ഒരു കുട്ടിയെ നമുക്ക് നേരായ മാർഗത്തിലൂടെ ഡൈവേർട്ട് ചെയ്ത് പോകാതെ, ഡീവിയേറ്റ് ചെയ്ത് പോകാതെ, ഡിവോഴ്സ്ഡ് ആയിട്ട് പോകാതെ, സെപ്പറേറ്റഡ് ആയിട്ട് പോകാതെ എല്ലാ കുഞ്ഞാടുകളെയും നമുക്ക് ഒരുമിച്ച് ചേർക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരെണ്ണൊക്കെ കൂട്ടമിട്ടിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓടിപ്പോയി പോണത് പോട്ടെ, ഒരെണ്ണത്തിന് കുറച്ച് നോക്കിയാൽ മതിയല്ലോ, അങ്ങനെ ആ മൈൻഡ് ആവണോ നമ്മള്? അല്ല, അതിനെ കൂടി ചേർത്ത് നിർത്തണം. അതിനെ കൂടി ചേർത്ത് ഇതിനോടൊപ്പം ചേർത്താലാണ് നമ്മൾ സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫെയിലാണ്. നമ്മളുടെ ആ ഒരു ഉദ്യമവും വെറും പരാജയമായിരിക്കും. ഓക്കെ, മനസ്സിലായി? എന്നാണ് നമ്മുടെ മോണ്ടിസോറി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ. യെസ്. അടുത്ത പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. രേഷ്മ ഒന്ന് വായിക്കാമോ? രേഷ്മ. വായിക്കും. According to Montessori, in a growing child, there are two streams of the body, especially the muscular energy expended in involuntary movement. Second is the mental energy of intelligence and will. These two aspects of the personality, mind and body, should never become divorced. Instead, these two should work in unison. Otherwise, the child will be divided. Yes. ഓക്കെ, അപ്പൊ മനസ്സിലായി? അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഉദാഹരണമൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. അപ്പൊ താരെ ജമീൻ പർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആ കുട്ടിയെ അതിന്റെ പോരായ്മകൾ മനസ്സിലാക്കി കൂട്ടിച്ചേർത്ത് നിർത്തിയപ്പോ ആ കുട്ടിയെ വലിയ ആളായി മാറാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് അതുപോലെയുള്ള റോൾ മോഡൽസ് ആക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ട് ആ ഡിസബിലിറ്റീസിനെയൊക്കെ കണ്ടെത്തിയ ആളുകള് ആ കുട്ടികളോട് ബന്ധപ്പെട്ട് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി ആ പോരായ്മകളെ ഒരു പോരായ്മകളല്ല, അതെല്ലാം നിറവുകളാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അവരോടൊപ്പം നിന്ന് അവരെ ഡെവലപ്പ് ചെയ്ത് വലിയ വലിയ പേരും പ്രശസ്തിയും നേടിക്കൊടുത്ത ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. ശ്രീകാന്ത് ഗോല എന്ന് പറയുന്ന മറ്റൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള വിഷൻ ചലഞ്ച് കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു വ്യക്തി, അതും ഇതുപോലെ തന്നെ വളരെ ഒരു എന്താ പറയാ
ഫാർമർ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയായിട്ട് ജനിച്ചതാണ്. ഇപ്പോഴും ഉണ്ട്. ഒരു കൃഷിക്കാരുടെ കുടുംബമാണ്. പക്ഷെ ഈ കുട്ടിയാണെങ്കിൽ ജനിച്ചപ്പോഴേ തന്നെ എന്താ പറയാ ഡിസേബിൾഡ് ആണ്. ഈ കണ്ണിന് കാഴ്ചയില്ല. വിഷ്വലി ചലഞ്ച് ആയതുകൊണ്ട് കുട്ടി ബാക്കിയുള്ള മക്കളൊക്കെ അവിടെ അച്ഛനെയും അമ്മേനെയൊക്കെ കൃഷിയിലും മറ്റുമൊക്കെ സഹായിച്ചിരുന്നു. ഫിസിക്കൽ കണ്ടീഷൻസ് ഓക്കെ അല്ലാത്തതുകൊണ്ട് ആ കുട്ടീനെ അതിലൊന്നും ചേർപ്പിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാൻ വിട്ടു. പഠിപ്പിക്കാനൊക്കെ വിട്ടപ്പോഴും ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു കുട്ടിയുടെ സ്ഥാനം. അവിടെയും ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒന്നും പരിഗണിക്കാതെ അത് അങ്ങനത്തെ കുട്ടിയായിട്ട് അതിനെ അവിടെ മാറ്റിയിരുത്തി. പക്ഷെ പിന്നീട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എന്താ പറയാ ഉപദേശിച്ചതിന്റെ ഫലമായിട്ട് പാരന്റ്സ് ആ കുട്ടീനെ അത്തരം കുട്ടികൾ മാത്രമുള്ള സ്കൂളുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം അവരെ മാത്രം പഠിപ്പിക്കുന്ന സ്കൂളുകളിലേക്ക് മാറ്റി. മറ്റേ സ്കൂളിലായിരുന്നപ്പോ ബാക്ക് ബെഞ്ചിൽ ഇരുന്നു പഠിക്കുന്നതിൽ അവൻ ശ്രദ്ധ കൊടുക്കുന്നില്ല. അവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ടീച്ചേഴ്സോ മറ്റുള്ളവരോ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായ കുട്ടി അങ്ങനെ ഇരുന്നു. പക്ഷെ ഇത് ഒരു കുട്ടിയുടേതായ കഴിവുകളും വികസിപ്പിച്ചെടുക്കാൻ ഇവൻ ഇങ്ങനെ എത്തിയ പോരാന്ന് മനസ്സിലാക്കിയ പാരന്റ്സും മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം വേറൊരു സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ആളുടെ 100% റിസൾട്ട് കാണിക്കാൻ പറ്റി. പരീക്ഷകളില് 98% മാർക്കൊക്കെ കൈവരിച്ച് വലിയ പുള്ളിയായി. പിന്നീട് വലിയ ക്ലാസ്സുകളിലേക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോയപ്പോൾ വീണ്ടും അവിടെയും പല ചലഞ്ചസ് ഫേസ് ചെയ്തു. സയൻസ് എടുത്ത് പഠിക്കണമായിരുന്നു ആൾക്കതായിരുന്നു ഇഷ്ടം. പക്ഷെ അപ്പോഴും സയൻസ് സ്കൂളുകളിലൊന്നും ഇവന് അഡ്മിഷൻ കൊടുത്തില്ല. കാരണം എന്താ പറയോ, സയൻസ് ആകുമ്പോൾ ലാബിലൊക്കെ പോകണം. ലാബില് പല പ്രാക്ടിക്കൽസ് ഒക്കെ കാണിച്ചു കൊടുക്കും. അതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടി വരും. ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് സയൻസ് ലാബുകളിലൊന്നും ഈ കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ കുട്ടി വിഷൻ ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, സയൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തി. വീണ്ടും കുട്ടി എന്താ പറയാ ഗവൺമെന്റിനും മറ്റുമൊക്കെ എന്താ പറയാ നിവേദനം വെച്ചു, കംപ്ലൈന്റ് കൊടുത്തു. തനിക്ക് നീതി വേണം, തനിക്ക് സയൻസ് പഠിക്കാനാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അവസാനം ഗവൺമെന്റ് ഒരു സമ്മതം എന്താ പറയാ കോടതി മുഖേനയൊക്കെ കൊടുത്തു. പക്ഷെ വൺ കണ്ടീഷൻ, ഇത് നീ തന്നെ എടുത്തതാണ്, നീ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം, മറ്റ് ഏത് രീതിയിലും ആരും ഇതിന് ബാധ്യസ്ഥരല്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു, സാങ്ഷൻ വന്നു. അവസാനം ഈ കുട്ടി അതിൽ വിജയിക്കുന്നതും IIT കോഴ്സ് ഒക്കെ പഠിച്ച് വളരെ കൃത്യമായിട്ട് വലിയ രീതിയിൽ എന്താ പറയാ ഇന്ന് എന്താ പറയാ വലിയ വലിയ അമേരിക്കൻ കമ്പനികളിൽ പുറത്തൊക്കെ പോയാ പഠിച്ചത്. അമേരിക്കൻ കമ്പനികൾക്കൊക്കെ എന്താ പറയാ ഇയാളുടെ എന്താ പറയാ പെർഫോമൻസ് കണ്ടിട്ട് ജോലി കൊടുക്കാൻ ഒരുപാട് അമേരിക്കൻ കമ്പനികളൊക്കെ വന്നു. കമ്പനികളൊക്കെ വന്നിട്ടും ആ ഓഫറുകളെല്ലാം തന്നെ നിരസിച്ചുകൊണ്ട് വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ എല്ലാ മാസവും സാലറി ഒക്കെ വാങ്ങിക്കാമായിരുന്നു. ഇന്നൊരു പറയണ കാശ് കൊടുക്കുമായിരുന്നു. പക്ഷെ പുള്ളി എന്ത് ചെയ്തു, അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ആള് തിരിച്ച് നാട്ടിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആരെങ്കിലും ചെയ്യുന്ന മണ്ടത്തരാണോ എന്ന് നമ്മൾ തോന്നും. അത്രയും വിഷൻ ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാള് വലിയ ഉന്നതിയിലേക്ക് എത്തി. തനിക്ക് ഏത് രീതിയിലുള്ള ശമ്പളവും തരാം, വലിയ രീതിയിൽ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓഫർ ചെയ്തു. അപ്പൊ പുള്ളിക്ക് ചിന്തിക്കായിരുന്നു, സെറ്റിൽഡ് ലൈഫ്, ഇവിടെ തന്നെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ സെറ്റിൽ ആകാം, ഇവിടെ നല്ല സാലറി ഒക്കെ തരും എന്ന് വിചാരിച്ച് ഒതുങ്ങി കൂടാമായിരുന്നു. പക്ഷെ പുള്ളി അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ആൻഡ് he worked for the disabled people in the country. നമ്മുടെ രാജ്യത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പുള്ളി പ്രവർത്തിച്ചു. അതായത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പുള്ളി ചെയ്യിപ്പിച്ചു. ഓരോ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ വലിയ ഒരു സംരംഭം നടത്തുന്ന ഒരു ഉടമയായി മാറി. അതും ഇങ്ങനെയുള്ള ആളുകളെ സഹായിച്ചുകൊണ്ട്. ഇത്തരം ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ മാറ്റി നിർത്തേണ്ടവരല്ല എന്നൊക്കെ മനസ്സിലാക്കി. അതും മറ്റൊരു ഉദാഹരണമാണ്. അതും നമ്മളുടെ എന്താ പറയാ വായിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് എവിടെ വായിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പല ഉദാഹരണങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാം, നോർമലൈസ്ഡ് ആക്കി കൊണ്ടുവരാം എന്നുള്ളത് പറഞ്ഞതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് വായിച്ചല്ലോ, നമ്മള് പാരഗ്രാഫ് വായിച്ചതല്ലേ? യെസ്. അടുത്തത് ഒരു നോർമലൈസ്ഡ് ചിൽഡ്രന്റെ, കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെയാണ് അവരുടേതായ പ്രത്യേകതകൾ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെപ്പോഴും ഇങ്ങനെയായിരിക്കും, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. നോർമലൈസ്ഡ് ചിൽഡ്രൻ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഡിസിപ്ലിൻഡ്, സ്വയം ആരും ഫോഴ്സ് ചെയ്യേണ്ട, ഇതാണ് ശരി ഇത് തെറ്റാണ് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മറ്റുള്ളവർ ആരും പറയേണ്ടി വരില്ല. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചില നോർമലൈസ്ഡ് കുട്ടികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മളിനി പറയുന്നത്. ഒന്നാമത്തേത് ലവ് ഓഫ് ഓർഡർ ആണ്. ലവ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ലവ് ഓഫ് ഓർഡർ
കേട്ടിട്ടുണ്ടോ? എന്താണ് പറയാ, ഒരു ഓർഡർ അല്ലേ, ഒരു ഓർഡർ, ഒരു എന്താ പറയാ, ഒരു പ്രത്യേക എന്താ പറയാ രീതി, എന്ത് കാര്യവും ചെയ്യാനുള്ള. ഇവിടെ the child will have the intense interest in his or her environment, the love of his or her environment. കുട്ടി ഏത് പരിസ്ഥിതിയിലായിരിക്കുന്നുവോ ആ ഒരു സമയത്തെ, ആ ഒരു സിറ്റുവേഷനെ, അതിനെ സ്നേഹിക്കാനുള്ള ഒരു അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കും ഇത്തരം കുട്ടികൾ. അതാണ് ലവ് ഓഫ് ഓർഡർ. പ്രത്യേക രീതിയിൽ തന്റെ എൻവയോൺമെന്റ്, ഞാൻ ഈ ഒരു സാഹചര്യത്തിലാണ്, ആ സാഹചര്യത്തെ ഇഷ്ടത്തോടെ അതിനെ സമീപിക്കും. മനസ്സിലായ? അതൊരു പ്രത്യേക ഓർഡറിൽ തന്നെ അവരുടേതായ ഒരു താല്പര്യങ്ങള് അതിന്റെ ഓർഡറിൽ അവരത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ഓർഡറിൽ അടുക്കും ചിട്ടയോട് പല കാര്യങ്ങൾ ചെയ്യുക, ഏത് എൻവയോൺമെന്റിലാണോ ആ സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക, അതും ഒരു അടുക്കും ചിട്ടയുള്ള ഓർഡറിൽ. അങ്ങനെ ഒരു സ്വഭാവ ഗുണം ആർക്കുണ്ടാവും? ഇത്തരം നോർമലൈസ്ഡ് ചിൽഡ്രൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ലവ് ഓഫ് ഓർഡർ മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ്. പിന്നെന്താണ് അടുത്തത് എന്താ? ലവ് ഓഫ് വർക്ക് ആണ്. ലവ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ പ്രവർത്തികൾ ചെയ്യാനുള്ള, അതായത് അതിനുള്ള സ്ഥലത്ത് ഉണ്ടാകുക, ഇന്ന കാര്യം എപ്പ ചെയ്യണം, അത് ഒരു ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴേ ചില കുട്ടികളെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ട ആ കുട്ടി ആ സാഹചര്യത്തിനൊത്ത് പ്രവർത്തിച്ചു, അത് ആളുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ചെറിയ പ്രായത്തിലെ കുട്ടികൾ പേഴ്സണാലിറ്റി ഫോർമേഷൻ അല്ലെ, ഒരു വ്യക്തിത്വ രൂപീകരണത്തിന് അല്ലെ, സെൽഫ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ആള് ആ ചെയ്യുന്ന പ്രവൃത്തിയില് സന്തോഷം, ഇതൊക്കെ കണ്ടെത്താനും പ്രകടിപ്പിക്കാനും തോന്നും. മനസ്സിലായി? ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, എന്ത് പെർഫോമൻസ് ആണെങ്കിലും അത് വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രസ്ഡ് ആയിട്ട് ആരും മുമ്പേ തള്ളൊന്നും ചെയ്യാൻ തന്നെ എന്ത് ചെയ്യുന്നു, സ്വയം അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് ദയർ പേഴ്സണാലിറ്റി. അവരുടെ പേഴ്സണാലിറ്റിയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അത് പേഴ്സണാലിറ്റിയെ വരച്ചു കാട്ടുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ്? അവരുടെ വർക്കിലൂടെയാണ്, അവരുടെ ആക്ടിവിറ്റിയാണ്, ചെയ്യുന്ന ആക്ടിവിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആരും ഒന്നും പറയാതെ തന്നെ അവർ സ്വയം എന്ത് ചെയ്യുന്നു, ആക്റ്റീവായിട്ട് ഓരോ കാര്യവും പ്രവർത്തിക്കുന്നു, സെൽഫ് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ കറസ്പോണ്ടിങ് ജോയ്, അതിന്റെ സന്തോഷത്തോടുകൂടി അത് ചെയ്തു തീർക്കാൻ നോക്കുന്നു. അതാണ് ലവ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുമ്പോ അവിടെ ഇഷ്ടമില്ലാണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ വന്നിട്ട് രണ്ടാമത് ഉന്തണം തള്ളണം അപ്പോഴാണോ ചെയ്യുന്നത്? അല്ല, നോർമലൈസ്ഡ് ചൈൽഡ് അങ്ങനെ ചെയ്യില്ല. അത് മോഡലിൽ വൃത്തിയായിട്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ, അതുപോലെ നിർത്തിയിട്ട് ഞാൻ ചോദിക്കട്ടെ ഇനി നിങ്ങളോട്, നിങ്ങൾ ഇതുപോലെയുള്ള കുട്ടികളെയൊക്കെ പലരും പല സ്ഥലങ്ങളിലും, നമ്മളുടെ സ്വന്തം കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ കസിൻസിന്റെ കുട്ടികളായിക്കോട്ടെ, ചെറിയ കുട്ടികൾ തുടങ്ങി കേട്ടോ, നിങ്ങൾ ചെറിയ പ്രായത്തിൽ തുടങ്ങിയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇച്ചിരി വലുതായിക്കോട്ടെ. പക്ഷെ ആ ഒരു വളർച്ചയില് നിങ്ങൾ ഇതുപോലെ നോട്ടീസ് ചെയ്തിരിക്കുന്ന ഇതുപോലെയുള്ള നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിട്ടാണോ വളർന്നു വന്നത് എന്നുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും അതുപോലുള്ള എക്സ്പീരിയൻസ്, ഇതുപോലെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ട് വന്നു, അതെല്ലാം ഇടയ്ക്ക് വെച്ചിട്ടാണ് എനിക്കത് മനസ്സിലായത്, എനിക്ക് അങ്ങനെ ഒരു മാറ്റങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയത്. കുട്ടികളെ വളർത്തുന്നവരാണല്ലോ നമ്മള്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? എനിക്ക് 3 കുട്ടികളാണ്. അത് മൂത്തത് ഇപ്പൊ 10ലായി. പക്ഷെ അവൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ചെറുപ്പം മുതലേ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. നീ അവനോട് എഴുതാൻ പറഞ്ഞാൽ അവന് പോയിരുന്ന് എഴുതോളൂ. എന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുതാനുണ്ട് പഠിക്കാനുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല പുള്ളിക്കാരൻ. നിനക്കൊന്നും എഴുതാനില്ലേ? ഉണ്ട്, അത് എഴുതി വെക്കും, അത്ര. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. അപ്പോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കൊച്ചാവുമ്പോ നമ്മൾ ഫോഴ്സ് ചെയ്യുള്ളൂ. നമുക്ക് അവർ പഠിപ്പിക്കണം, ഭയങ്കര ഇതായിരിക്കും. അത് അങ്ങനെ
അങ്ങനെയായിരുന്നു ഞാൻ അവനെ ഫോഴ്സ് ചെയ്തും അതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും ആള് അതിൽ നിന്ന് പോന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ പറയണം പഠിക്കണമെങ്കിൽ. എനിക്കിപ്പോ വലിയ പിള്ളേ കൊച്ചൊക്കെ ആയിക്കഴിഞ്ഞ് ഇത്രേ ആയല്ലോ, അപ്പോഴും എനിക്ക് ഭയങ്കര ഇപ്പൊ ബുദ്ധിമുട്ട്. അവന് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ, എടാ നീ പഠിക്കടാ, 10ലായില്ലേ പഠിക്കണില്ലേ, അപ്പൊ ഒന്ന് എടുക്കും പഠിക്കും അങ്ങനെ. പക്ഷെ രണ്ടാമത്തെ ആള് നേരെ തിരിച്ചാണ്. അവൻ അവന്റെ കാര്യങ്ങൾ സ്വയം ചെയ്തോളും. എനിക്ക് അപ്പോഴാണ് എനിക്ക് ആ ഒരു തമ്മിലുള്ള ഡിഫറൻസ്. ഓ കേട്ടില്ല. രണ്ടാമത്തെ ആളെ എത്രയിൽ പഠിക്കുന്നു? ഇപ്പൊ 8 പഠിക്കണു അവൻ. 8ല്. ഓക്കെ. ആള് തന്നെ എല്ലാ കാര്യവും ചെയ്യും. അവൻ ചെയ്തോളും. അവനെ ഞാൻ അങ്ങനെ സ്വയം പഠിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവനാണ് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറും പഠിക്കലും ഒക്കെ അവൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇപ്പൊ ടീച്ചർ ഇപ്പൊ പോയി ക്ലാസ് എടുത്തപ്പോ ഇളയതിപ്പോ LKG-ലേക്ക് ആക്കിയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ടീച്ചർ പോയി ക്ലാസ് എടുത്തപ്പോഴാണ് എനിക്ക് ഇപ്പൊ ഈ കോഴ്സിൽ ചേർന്നതിന് ശേഷവുമാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതും കുട്ടികളെ കുറിച്ച്. നമ്മള് നാളത്തെ തലമുറയാണ് വാർത്തെടുക്കേണ്ടത് അല്ലെ. മറ്റു കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ടോ കുറെ മാത്സ് പഠിപ്പിച്ചു, കുറെ അതും ഇതൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ ക്ലാസ്സിലെ ടീച്ചറായിട്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതല് നമ്മളാണ്. അതായത് മോണ്ടിസോറി പഠിപ്പിക്കുന്നവര് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ളത്. മറ്റവര് അവരവരുടെ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ എടുക്കുന്നു, പോകുന്നു, അവര് കുട്ടികൾ പഠിക്കുന്നുണ്ടോനോ അവിടെ അതൊന്നും നോട്ടീസ് ചെയ്യും, അതൊന്നും അവർ നോക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഏറ്റവും ചെറുതിലെ വിദ്യകളെ നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടികളുടെ പോരായ്മകൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അവർക്കുള്ള കഴിവ് സാധാരണ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, നമുക്കുള്ള കുഴപ്പമില്ല, അവരുടെ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കും. അവന്റെ കുട്ടിക്ക് പാടാൻ നല്ല കഴിവുണ്ടല്ലോ, ആടാൻ നല്ല കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ അവന് പ്രസംഗിക്കാൻ നല്ല കഴിവുണ്ട്. ഈ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കും. കഴിവുകളെ മനസ്സിലാക്കിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കും. നിനക്ക് നല്ല കഴിവുണ്ട്, നീ ചെയ്യാത്തെ അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയും ഞാൻ ഇൻട്രോവേർട്ടാണ്, എനിക്ക് സ്റ്റേജ് പറ്റില്ല, അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികൾ. പക്ഷെ ഒത്തിരി കഴിവുകൾ അവർക്കുണ്ട്. ആ കഴിവുകളെ വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് അവരുടെ കുഴപ്പം, അവരുടെ എന്താ പറയാ പോരായ്മകൾ എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കി ചെറുതിലെ തന്നെ. ഇപ്പൊ ചെറുതിലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മള് കുട്ടികളെ പഠിപ്പിക്കുമ്പോ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു ചലഞ്ചാണ് നമ്മൾ കുട്ടികളെ ശിക്ഷിച്ച്, അല്ലെങ്കിൽ ശിക്ഷിച്ചല്ല അങ്ങനെ ശകാരിക്കുമല്ലോ, പഠിക്കണം, നീ പഠിച്ചാലാണ് ഇങ്ങനെയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മമാർക്കാവുമ്പോ പറയാനായിട്ട് ഭാഗം വരാതെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനൊക്കെ പഠിക്കാഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നേ, ഇങ്ങനത്തെ ജോലി ചെയ്യേണ്ടി വന്നേ, ഞാനിപ്പോ ആരായേനെ എന്നൊക്കെ നമ്മളിങ്ങനെ അവരോട് പറയും. പക്ഷെ അത് പറയുമ്പോ അവര് അതിനേക്കാളും ഉപരി അവരുടെ പോരായ്മ, നിങ്ങൾക്ക് എന്താ പ്രശ്നം, അത് നമ്മൾ അവരുടെ കൂടെ നടന്ന് ഒബ്സർവ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ചിലപ്പോൾ കുട്ടികളത് പറഞ്ഞു വരില്ല, എന്റെ കൊച്ചിന് എനിക്ക് ഇന്നതാ പ്രശ്നം, അത് എല്ലാ കുട്ടികളും ചിലപ്പോൾ ഷെയർ ചെയ്തൊന്നും വരില്ല. അപ്പൊ കുട്ടികളുടെ പ്രശ്നം എന്താണ് നമ്മൾ അവരുടെ ഒപ്പം നിന്ന് മനസ്സിലാക്കണം. ആ തുടക്കത്തെ കുറച്ച് സമയത്ത് കുറച്ച് നാളുകളിൽ നമുക്ക് ചില ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. പക്ഷെ അതിനുശേഷം പിന്നീട് അവര് ഒരു കറക്റ്റ് ഒരു പാറ്റേണിലേക്ക്, അല്ലെങ്കിൽ അവനെ തന്നെ ബിൽഡ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വിടാം. അതാണ് നമ്മളുടെ മോണ്ടിസോറി പറയുന്നത് അല്ലെ. പിന്നെ അവനെ നമുക്ക് ഫ്രീ ആക്കാം. ബിക്കോസ് ഇനി അവനത് വേറെ രീതിയിൽ പോകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലെ. ഇന്ന് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കും. കുട്ടികൾക്ക് എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ ചെറിയൊരു വഴക്ക് പോലും ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം അപ്പോഴേക്കും അവര് ഭയങ്കര ഇതാകുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ചിലത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പക്ഷെ അതിനോടൊപ്പം നിൽക്കുക. പാരന്റ്സിനും അതിനകത്ത് ഒരുപാട് പങ്കുണ്ട്, കൂടാതെ തന്നെ ടീച്ചേഴ്സിനും അതിനകത്ത് പങ്കുണ്ട്. ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, വീട്ടിലൊക്കെ ചില കാര്യങ്ങളൊക്കെ സ്കൂളിൽ ചെന്ന് ഷെയർ ചെയ്യും. അതെന്തുകൊണ്ടാണ്? ടീച്ചേഴ്സ് അത്രയും ഇന്റിമേറ്റ് ആയിട്ട് അവരോട് ചേർന്ന് നിന്ന് അവരെ എന്താ പറയാ, ഒരു ടീച്ചർ എന്നതിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ചില ടീച്ചേഴ്സൊക്കെ കുട്ടികളോട് മിങ്കിൾ ചെയ്യും. അതുകൊണ്ട് ചിലപ്പോ വീട്ടിൽ പറയാത്ത പല കാര്യങ്ങളും ചിലപ്പോ ചില കുട്ടികൾ, അതും ചെറിയ കുട്ടികളാണെങ്കിൽ എളുപ്പത് കുട്ടികൾ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യും അല്ലെ. അപ്പൊ അത് മാറ്റിയെടുക്കാൻ പറ്റും. അവന്റെ ആ രീതിക്ക് എന്താണ് അവനോട് ചോദിക്കാം, എന്താണ്
നിനക്ക് സ്വന്തമായിട്ട് പഠിച്ചാലോ, നീ അപ്പോ അവൻ മറ്റേ കുറച്ചുകൂടി ഇളയവൻ ചെയ്യുന്നത് നീ കാണുന്നില്ലേ അല്ലെ, ക്ലാസ്സിലേക്ക് പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവനോട് ചോദിക്കുക. എന്താണ് അപ്പൊ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇഷ്ടംപോലെ എന്തായാലും പഠിക്കാനുണ്ട് അല്ലെ, ഓരോ വിഷയങ്ങൾ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഈ പഠിക്കാനുള്ളത് മുഴുവനും നീ പഠിച്ചാലല്ലേ നമുക്കത് എക്സാമിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളതൊക്കെ അവന്റെ പോരായ്മ എന്താന്ന് അവരോട് ചോദിച്ച് പതുക്കെയാണ്, ഒറ്റയടിക്കല്ല, പതുക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അത് നമുക്ക് എന്നാലാണ് അവന്റെ പരീക്ഷയ്ക്കൊക്കെ അവന് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, അടുത്ത ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? മിസ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ ഒരു കേസില് ഞാൻ പറയാണ്, എനിക്ക് രണ്ട് കൊച്ചുങ്ങളാണ്. അപ്പൊ മൂത്തത് എന്റെ വീട്ടില് ഒരുപാട് കാത്തിരുന്നിട്ട് കിട്ടിയൊരു കൊച്ചാണ്. അപ്പൊ അവൻ തന്നെ കാര്യങ്ങൾ ചെയ്യാതായപ്പോ എല്ലാവരും ഭയങ്കര ഇൻസ്ട്രക്ഷൻ ആണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. അപ്പൊ കൊച്ചിന് എന്തിട്ട് ചെയ്യണ്ടേ? അപ്പൊ ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ലേ, അവനത് ചെയ്തോട്ടെ, അവന്റെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര നിർദ്ദേശങ്ങളാണ്. അപ്പൊ കൊച്ചിന് എന്ത് ചെയ്യണം, അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചീത്ത പറയോ, അങ്ങനെ ഭയങ്കര ടെൻഷനുകളാണ്. അപ്പൊ എല്ലാതും ചോദിച്ച് ചെയ്യുള്ളൂ, ഇത് ചെയ്തോട്ടെ, ഇത് ചെയ്തോട്ടെ. അപ്പൊ കൊച്ചിന്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്നത് ശരിയാവോ തെറ്റാവോ, അറ്റ്ലീസ്റ്റ് യൂറിൻ പാസ് ചെയ്യാൻ വരണമെങ്കിൽ പോലും ചോദിക്കാം, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോട്ടെ. അപ്പൊ ഞാനിത് ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്താ ഇങ്ങനെ ചെയ്യണേ. പിന്നെ ഞാൻ രണ്ടാമത്തെ കൊച്ചായപ്പോ ഞാൻ വീട്ടിലേക്ക്, എന്റെ സ്വന്തം ഹസ്ബൻഡിന്റെ വീട്ടിൽ മാറിയപ്പോ അവിടെ ഞാനും കൊച്ചും വയസ്സായ അപ്പച്ചനുള്ളൂ. അപ്പൊ അവിടെ നോക്കിയപ്പോ രണ്ടാമത്തെ കൊച്ചായപ്പോ അവൻ തന്നെ ചെയ്യണ്, അവൻ അവന്റെ കാര്യങ്ങൾ ചെയ്ത് അവനെ ഒരു കൂളായിട്ട് അവൻ നമ്മള് നോർമലായിട്ട് ചെയ്യണ പോലെ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ചെയ്യണ. അപ്പൊ ഇവനാണെച്ചെങ്കിൽ എല്ലാം എന്നോട് ചോദിക്കും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ മനസ്സിലാക്കി, നമ്മള് കുട്ടികളെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴും അത് ചെയ്യണം, ഇത് ചെയ്യരുത്. അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എന്റെ ഒരു ഇപ്പൊ എനിക്ക് മനസ്സിലായത്. അപ്പൊ അവര് അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യണം. അല്ലെങ്കിൽ അവര് എന്തെങ്കിലും അപകടം അവരിങ്ങനെ ഫ്രീ ആയിട്ട് വിടല്ല, നമ്മൾ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപകടത്തിൽ ചേരുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാവരും കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ എന്നിരുന്നാലും അത് ചെയ്യരുത്, അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ല ഓരോ കാര്യങ്ങൾ പഠിക്കണവരെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു ടൂൾ അവർ ഉപയോഗിക്കുമ്പോ ഞാൻ ആദ്യം പറയും, ഇനി ഇതുപോലെ അപകടം പറ്റണ്ടാണ്, എന്നാലും നീ ശ്രദ്ധിച്ച് ചെയ്തോളോ എന്ന് പറയുമ്പോ അവരത്രയ്ക്ക് ശ്രദ്ധിക്കണമുണ്ട്. അപകടം പറ്റിയാൽ തന്നെ അവര് എന്റെ കുറ്റം പറയില്ല, അവരുടെ തന്നെ ഒരു ഫോൾട്ടായിട്ട് അവർ പിന്നെ അത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മളെല്ലാത്തിനും കുട്ടികളെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുമ്പോഴേ, അതിപ്പോ എന്റെ പ്രായത്തിലായാലും നമുക്കും പണ്ടത്തെ ഒരു ഇത് തന്നെയാണ്. അവര് പറയുന്നത് മാത്രം ഇങ്ങനെ ചെയ്ത് നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും, എല്ലാത്തിനും അവരെ ആശ്രയിച്ച്. അത് ഇപ്പോഴത്തെ കുറെ കുട്ടികൾക്കുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അപ്പന്മാരായാലും കുട്ടികളെ തന്നെ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുറെ അവര് തന്നെ ചെയ്ത് വളരട്ടെ, ഇപ്പൊ തന്നെ ഇപ്പൊ കളിക്കണ സ്ഥലം ഇപ്പൊ പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തന്നെ ഉയരത്തിൽ കയറുമ്പോ അപ്പോഴേക്കും പാരന്റ്സ് അയ്യോ മോനെ കേറല്ലേ, അപ്പൊ ഇവരാണിച്ചിരിക്കും. അപ്പൊ ഞാൻ കേറട്ടെ, കേറി അവര് ധൈര്യം വരട്ടെ. പണ്ടത്തെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നോക്കിയും ഇപ്പൊ കുറെ പേർക്ക് ഇപ്പൊ ഗ്രൂപ്പിൽ തന്നെ പറയും ഉയരത്തിൽ കയറാൻ പേടിയാണ്. അത് ചെറുപ്പത്തിലെ തന്നെ അവർ ഉയരത്തിൽ കയറുമ്പോ വീഴും അല്ലെങ്കിൽ അതിന് പരിക്ക് പറ്റും, അങ്ങനെ കുറെ നെഗറ്റീവായിട്ട് അവരെ ഒരുപാട് പേടിപ്പിക്കുകയാണ്. പക്ഷെ അവരത് ചെയ്ത് അവിടെ എത്തുമ്പോഴാണ് അവർക്ക്, ഇപ്പൊ ഞാൻ എന്റെ മോനായാലും നീ കേറിക്കോ, കേറിയിട്ട് അവിടെ എന്നിട്ടാന്ന് നോക്ക്, എക്സ്പീരിയൻസ് എന്നിട്ട് ഇപ്പൊ അവന് പേടി കുറെ മാറി ഇങ്ങനെ വരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ, സംസാരിക്കാൻ, കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ നമ്മളത് അവർ ചെയ്യട്ടെ, തെറ്റുണ്ടാകുമ്പോൾ തിരുത്താ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുക, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ശരിയാണത്. ഈ കുട്ടികൾക്ക് കുറെ ഡൂസും കുറെ ഡോൺസും ഇങ്ങനെ പട്ടികപ്പെടുത്തി വെച്ചേക്കണ പോലെയാണ്. ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, ഇതൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഡൂസ് ആൻഡ് ഡോൺസിന്റെ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കും. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ശരിയാണ്, അപകടകരമല്ലാത്ത ശരി പറഞ്ഞത് ശരിയാണ്, കറക്റ്റാണ്. എന്റെ മൂത്ത കൊച്ചിന് സംഭവിച്ചത് അത് തന്നെയാണ് ഒരു കാര്യം. എന്താ വെച്ചാൽ ആദ്യത്തെ കൊച്ചാണ്. ഇപ്പൊ നമ്മള് പാരന്റ്സിന്റെ കൂടെ നിൽക്കുമ്പോ അവർക്ക് ഇപ്പൊ പേടിയാണ്, അവനെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ലായിരുന്നു. നമുക്ക് അവിടെ പറയാനും ഒഴിച്ചില്ല. അവനെ കൊണ്ട് കാര്യമായിട്ട് അങ്ങോട്ട് നീങ്ങ, എടാ അങ്ങോട്ട് പോവില്ലേ, ഇങ്ങോട്ട് പോവില്ലേ, എടാ അവിടെ കയറില്ലേ വീഴും, പുറത്തേക്ക് പോയ ഒരു പരിധി വിട്ട് വിടുവോ, അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഫ്രണ്ട്സോ ഇല്ല. അതൊന്നാമത്തെ കാര്യം. പക്ഷെ രണ്ടാമത്തവൻ പുറത്തേക്ക് പോവും. അവനിവിടെ ഇരിക്കല് കുറവാ, പിള്ളേരായിട്ട് കമ്പനി ഉണ്ട്, പുറത്തേക്ക് പോകും. അപ്പൊ അവൻ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കേട്ടിട്ടില്ല. അവന് സ്വന്തമായിട്ടൊരു ഇതുണ്ട്. ഇവനും ഇപ്പോഴും
ഒരു 10 രൂപ എൻ്റെ അടുത്ത് എടുത്ത് മിഠായി മേടിച്ചു കിട്ടിയിട്ട് ചോദിക്കാൻ എന്നോട് ചോദിക്കും. അവിടെ പോണി ചോദിക്കും, ഇവിടെ പോണി ചോദിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ മനസ്സിലാക്കി. നമ്മൾ പണ്ടത്തെ ഒരു ഇതുകൊണ്ട് വന്നേക്കണതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ പക്ഷെ അവരും പറഞ്ഞ് മനസ്സിലാക്കി. എനിക്കൊന്നും വേണ്ട, അവനെ ഇത്തിരി അടുത്തിരുത്തി സംസാരിക്കുക എന്നുവെച്ചാ, എന്നിട്ട് എനിക്ക് എന്താ അങ്ങനെ പ്രശ്നം തോന്നണേ, മോൻ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു, അങ്ങനെ നമ്മളെ കോൺഫിഡന്റ് കൊടുക്കുക, നീ അങ്ങനെ ചെയ്യ്, അങ്ങനെ. അതെ, അവന് ടെൻഷനാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാവാവോ, അല്ലെങ്കിൽ കുറ്റം പറയോ ചീത്ത പറയോ, അങ്ങനത്തെ കുറെ പേടികൾ ഉണ്ടാവും കുട്ടികൾക്ക്, ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ കിട്ടുന്ന കാരണം. അപ്പൊ അവരുടെ അടുത്തിരുത്തി സംസാരിക്കുക, അവന്റെ അടുത്തിരിക്കുക, കുറെ സമയം അവന്റെ അടുത്തിരുന്ന് അവന് വേണ്ടി ഒരു ഇമ്പോർട്ടൻസ് ഇങ്ങനെ കൊടുക്കുമ്പോ സമയം സ്പെൻഡ് ചെയ്യാം നമ്മള്. അതല്ലേ അപ്പൊ അവർക്ക് വേണ്ടി അതാണ് ഇപ്പൊ ഞാൻ ചെയ്യണത്. ഇപ്പൊ ഈ കോഴ്സിലേക്ക് ചേർന്നിരിക്കുന്നത് കാരണം കറക്റ്റ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ അതുപോലെ ഇപ്പൊ ചെയ്യണുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ അധികം ഫോഴ്സ് ചെയ്ത് പഠിക്കുന്നു പറയണില്ല, അവൻ ആ ട്രാക്കിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ. പക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിലും പഠിക്കാൻ പറയാനും പുറകെ നടക്കാനും ഒച്ചയെടുക്കാനും വേറെ ആൾക്കാരുണ്ടല്ലോ, അത് അവന് ഭയങ്കര ഇറിറ്റേഷൻ ചെയ്യും. അവരെ നമ്മളിങ്ങനെ പിന്നാലെ തൂങ്ങി നടക്കുന്നതിനേക്കാള് അവർക്ക് ഇഷ്ടമുള്ളത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ചെന്നിരിക്കും. എന്നിട്ട് അവർ ചെയ്യുന്നതിനോട് എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായ കാര്യങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ തുടങ്ങുക. എന്നിട്ട് അവരോട് ചോദിക്കുക, ഇതിങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണോ, ശരി, അപ്പൊ നീ ഇതെന്താ നിനക്ക് ഇങ്ങനെ, അങ്ങനെയൊക്കെ ചോദിച്ച് വർത്താനം പറഞ്ഞ് സംസാരിച്ച് കുറച്ച് കൂടുതൽ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക്, അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് പോലെ നമുക്ക് പഠിക്കാനും ആ ഒരു ഇൻട്രസ്റ്റിൽ തന്നെ എടുക്കാനുള്ള രീതിയിലേക്ക് വളച്ചൊടിച്ച് അവരെ കൊണ്ടുവരണം. ഡയറക്റ്റ് പോയിരുന്നത് അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാൻ പോയിരുന്നത് കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പഠിച്ച് ഫുൾ A+ ഒന്നും മേടിക്കുന്നതിലൊന്നുമല്ല കാര്യം, അല്ലെ? കുട്ടികളെ നമ്മള് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും രൂപീകരിച്ച് സ്മാർട്ട് ആൻഡ് എനർജറ്റിക് ആയിട്ട് കൊണ്ടുവരിക. ഫുൾ A+ ഒന്നും ഇല്ല കാര്യം, അല്ലെ? നമ്മളിപ്പോ 10th അയ്യോ ഫുൾ A+ വാങ്ങിച്ചില്ലെങ്കിൽ എന്തായാലും അവരെ വെറുതെ അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞും ടെൻഷൻ അടുപ്പിക്കണ്ട. അവരുടെ കാലിബർ അനുസരിച്ചുള്ള റിസൾട്ടേ അവർക്ക് കിട്ടുള്ളൂ. നമ്മൾ കുത്തി നിറച്ചാലും ഓരോ കുട്ടിക്കും അവരുടെ കാലിബർ ഉണ്ട്. അവരുടെ പൊട്ടൻഷ്യൽ എന്താണോ അതനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും അവരുടെ സർട്ടിഫിക്കറ്റ്സിൽ വരിക. തീർച്ചയായിട്ടും അതില് ഒരു ശതമാനം പോലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതാണ് കുട്ടിയുടെ കാലിബർ, അതിന്റെ ആ ഒരു ഇത് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഫുൾ A+ കിട്ടുന്നുണ്ടോ? ഇല്ല. എല്ലാ കുട്ടികളും തോറ്റു പോകുന്നുണ്ടോ? ഇല്ല, അല്ലെ? ഇതിന്റെ ഇടയിലും ആളുകളുണ്ട്. അപ്പൊ ഹൈപ്പറിലും ഹൈപ്പോയിലും നിൽക്കുന്ന റേഞ്ച് അല്ല, അല്ലാതെയും ഇഷ്ടംപോലെ കുട്ടികളുടെ പല റേഞ്ചിൽ നിൽക്കുന്നവർ. അപ്പൊ അത് മനസ്സിലാക്കിപ്പിച്ച് പിന്നീട് ചിലപ്പോൾ എന്താ പറയാ, ചിലപ്പോൾ +2ലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനും പെർഫോം ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കുട്ടിയായിട്ട് മാറും. പക്ഷെ അതിലേക്ക് എത്താനായിട്ട് കുട്ടിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. അതൊന്ന് ഒരുമിച്ച് നിന്ന് എല്ലാം ഷെയർ ചെയ്ത് ശരിയാക്കിയാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇനി ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വലിയ എന്താ പറയാ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് കൂടി ചോദിക്കുന്നത്. കാരണം നിങ്ങളും എന്താ പറയാ കുട്ടികളെ വളർത്തുന്നവരാണ്. ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങൾക്കുള്ളവർ. അപ്പൊ നിങ്ങളുടേതായ എക്സ്പീരിയൻസ് നമ്മൾ അറിയണ്ടേ? അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചോദിപ്പിച്ചത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ആരാണ് ഇന്ന് താങ്ക്സ് പറയുന്നത്? മാം മലയാളം നമസ്കാരം ടീച്ചർ. ഇപ്പൊ നമുക്ക് ഈ അറിവ് പകർന്നു തന്ന ടീച്ചറിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ഇൻസ്ട്രക്ഷൻ എല്ലാം പറഞ്ഞു തന്നതിന് ടീച്ചറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അടുത്ത ദിവസം. താങ്ക് യു.